ദ സ്പൈസി ടെയിലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് ചീസി മാക്രോണി. സ്ഥിരമായിട്ട് ന്യൂഡിൽസൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് ചീസി മാക്രോണി. 1 കപ്പ് മാക്രോണി വേവിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മളുടെ മുമ്പത്തെ മാക്രോണിയുടെ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെ വേവിക്കുക എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ സോർട്ട് ചെയ്യാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്യാരറ്റും ക്യാപ്സിക്കവും ആഡ് ചെയ്യാം. ഇത് ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതും ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയതാണ്. അതുകൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് സോർട്ട് ചെയ്യാം. നന്നായിട്ട് വെന്ത് വരുമൊന്നും വേണ്ട, ഒന്ന് ക്രിസ്പായിട്ട് തന്നെ ടെൻഡറായിട്ട് തന്നെ കിടക്കണം നമ്മുടെ വെജിറ്റബിൾസ്. അപ്പോൾ ഒരു ഉള്ളി ട്രാൻസ്പെറൻ്റ് ആവുന്ന പരുവം വരെ നമ്മളിത് സോർട്ട് ചെയ്താൽ മതി. അത് മാറ്റി വെച്ചതിന് ശേഷം സെയിം പാനിലേക്ക് ഞാൻ 3/4 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി മെൽറ്റായി വരുന്ന സമയത്ത് മൈദയാണ് ആഡ് ചെയ്യുന്നത്. 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അത് നന്നായി പച്ചമണം മാറുന്ന വരെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പാലാണ്. ഫുൾ ഫാറ്റ് മിൽക്കാണ്. 1 കപ്പാണ് ടോട്ടൽ ആഡ് ചെയ്യേണ്ടത്. അത് അരക്കപ്പ് വീതമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതൊന്നൊരു ക്രീമി ടെക്സ്ചറിലേക്ക് വരുന്ന വരെ നമ്മളതൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. ബാക്കി പാലും കൂടി ഞാനിപ്പോൾ ആഡ് ചെയ്തു. നിങ്ങൾക്ക് വളരെ സോസി ആയിട്ടും ക്രീമി ആയിട്ടുമാണ് കിടക്കണ്ടെങ്കിൽ ഒരു അരക്കപ്പ് പാലൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി അതിന് ശേഷം ഞാൻ ആഡ് ചെയ്തത് ഗാർലിക്കാണ്. 4 ഗാർലിക്ക് ക്ലൗസ് നന്നായിട്ട് ചതച്ചതാണ് ആഡ് ചെയ്തത്. അതൊന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചീസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കാണും. അതിനുശേഷം 2 സ്ലൈസ് ചീസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ അമൂലിൻ്റെ ചീസാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറ്. അതാണ് നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറായി മാറിയിട്ടുണ്ട്. ഈ ചീസൊക്കെ ഒന്ന് മെൽട്ടാവുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സോർട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് 1 കപ്പ് നമ്മൾ വേവിച്ച് വെച്ച മാക്രോണിയാണ്. നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. എല്ലാ സ്ഥലത്തേക്കും മിക്സായിട്ട് എത്തുന്ന പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഒറിഗാനോ ആണ് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത്. ഒറിഗാനോ എന്ന് പറഞ്ഞ ഒരു ഹെർബാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എല്ലാ ഫ്ലേവറും ഒന്ന് ബാലൻസ് ആവും. മാജിക് ക്യൂബിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. പൊടിച്ചിട്ട് ആഡ് ചെയ്തതാണ് മാജിക് ക്യൂബ്. അതൊരു ടേസ്റ്റ് മേക്കറാണ്. നമ്മൾ ചെറിയ കുട്ടിയൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നാലും ഇത് നല്ല ചീസി ക്രീമി ആൻഡ് ടേസ്റ്റി ആണ്. മാജിക് ക്യൂബ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മളുടെ ചീസി മാക്രോണി റെഡി ആയി കഴിഞ്ഞു. നമ്മൾ സെർവിങ് ഡിഷിലേക്ക് ഇപ്പോൾ മാറ്റി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഇത്. എല്ലാ ഫ്രണ്ട്സും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.